ബിജെപിയുടെ സ്നേഹ സന്ദേശയാത്രയ്ക്ക് തൊട്ടു മുൻപുള്ള ഈ വിഎച്ച്പിയുടെ ആക്രമണത്തിൽ ബിജെപി പ്രതിരോധത്തിലായി. ഇരയെയും വേട്ടക്കാരെയും ചേർത്ത് പിടിക്കുന്നുവെന്ന് സന്ദീപ് വാര്യർ ഉന്നയിച്ചതോടെ കൂടുതൽ സമ്മർദ്ദത്തിലാവുകയാണ് ബിജെപി. ക്രൈസ്തവ മേഖലകളിൽ വേരുറപ്പിക്കുന്നതിനിടെ പാലക്കാട് വിഎച്ച്പി നടത്തിയ ആക്രമണം ബിജെപിയെ ചില്ലറയൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഇരയെയും വേട്ടക്കാരെയും ചേർത്ത് പിടിക്കുന്നുവെന്ന് സന്ദീപ് വാര്യർ ഉന്നയിച്ചതോടെ വിഷയം കൂടുതൽ ചർച്ചയുമായി. ക്രൈസ്തവരെ ആക്രമിക്കാനും അവരുടെ വിശ്വാസങ്ങളെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ഒരു സ്കൂളിൽ കുട്ടികൾ വളരെ നിഷ്കളങ്കതയോടെ നടത്തിയിട്ടുള്ള ഒരു കരോളിനെ പോലും ആക്രമിക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമം ഇത് കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. ആരോപണങ്ങൾക്ക് ബിജെപി മറുപടി നൽകുന്നുണ്ട്. ക്രൈസ്തവ മേഖലകളിൽ വേരുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിനിടെയാണ് ബിജെപിക്കേറ്റ ഈ തിരിച്ചടി. പ്രശ്നപരിഹാരത്തിന് കൈപൊള്ളാതെ ഇടപെടൽ നടത്തുന്നുമുണ്ട്. വീടാന്തരവും അരമനയും കേന്ദ്രീകരിച്ച് ബലം ശക്തിപ്പെടുത്തുകയാണ് സംസ്ഥാന അധ്യക്ഷൻ. കർശനമായ നടപടിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പോലീസ് നിഷ്പക്ഷമായി നീതിപൂർവമായിട്ട് അന്വേഷിക്കണം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് പിന്നിൽ ശരിയായ ഗൂഢാലോചന നടന്നിരിക്കുന്നു. അത് കൃത്യമായി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. സന്ദീപ് വാര്യർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മറുപടി. ബിജെപി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യർ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും വിഎച്ച്പി നേതാക്കൾ വിമർശിക്കുന്നു. ക്രൈസ്തവ സഭകൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നാണ് LDF നിലപാട്. അത്തരമൊരു പ്രവർത്തനത്തെ തടയുക എന്ന നിലപാട് അങ്ങേയറ്റം വർഗീയമായ സമീപനത്തിന്റെ ഭാഗമാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.